കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നെൻ്റെ പാപ്പുമ്മ സ്കൂളിൽ പോവുകയാണ് കേട്ടോ. പനിയൊക്കെ ആയിട്ട് 1, 2 ആഴ്ചയായി ആൾ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും അതുപോലെ ചമ്മന്തിക്കറിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു താറാമുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ ചിലപ്പോൾ കാപ്പി രാവിലെ കുടിച്ചില്ലെങ്കിലും മുട്ട പുഴുങ്ങിയത് അവന് നല്ല ഇഷ്ടമാണ്. അവൻ അത് മുഴുവനും കഴിച്ചോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ്റെ കുപ്പിയൊക്കെ കഴുകി ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചേക്കായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റിയിട്ട് അതിൽ വെള്ളമൊക്കെ ആക്കി അവനെ റെഡിയാക്കി സ്കൂളിൽ അയച്ചു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഞാനും ഫുഡ് കഴിച്ചു കേട്ടോ. ഞാനും ഒരു മുട്ടയൊക്കെ പൊരിച്ച് ദോശയും കറിയും കൂട്ടി ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ട് ഒരു പയർ വിഴുക്ക് പുരട്ടി വെച്ചു കേട്ടോ. പയറും അതുപോലെ നമ്മുടെ സവാള, കുറച്ചധികം കരിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വിഴുക്ക് വെച്ചു. പിന്നെ ഇന്ന് കൊഞ്ചും അതുപോലെ അയലയും ഒരു 3, 4 ചാളയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചാള വെറുതെ വാരിയിട്ട് തന്നതാണ്. അപ്പോൾ ഞാൻ ചാള പൊരിക്കാൻ വേണ്ടിയിട്ട് അത് അരപ്പ് പുരട്ടി വെച്ചു. പിന്നെ കുറച്ച് കൊഞ്ചെടുത്ത് അതും പാപ്പൂമ്മയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരപ്പ് പുരട്ടിയിട്ട് കൊഞ്ച് പൊതിയാനാണ് അവൻ. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അത് നാളെ കറി വയ്ക്കാമല്ലോ. അവൻ വരുമ്പോഴത്തേക്ക് കൊഞ്ച് പൊരിച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ അത് ഞാൻ ഫ്രിഡ്ജിലാക്കി. പിന്നെ കുറച്ച് ശീമയിലേക്ക് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. കുറച്ച് നാളായി അമ്മ ചോദിച്ചപ്പോൾ ഞാൻ ഉപ്പിലിട്ട് വെച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നാണ് അത് ഞാൻ ഇട്ടത്. കാന്താരി ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പച്ചമുളകൊക്കെ ഇട്ട് നമ്മൾ ശീമയിലേക്ക് ഉപ്പിലിട്ടു.